പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അടുത്ത മാർച്ചിൽ നടക്കുന്ന 2ാം വർഷ ഹയർ സെക്കൻഡറിയുടെ രസതന്ത്ര പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോക്കസ് പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോയുടെ 2ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷനാണ്. മുൻ വീഡിയോ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു എന്നറിയാമല്ലോ. ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. മറ്റൊന്നുമല്ല, മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾ രണ്ടും മിക്സ് ചെയ്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വീഡിയോയിൽ മലയാള നോട്ട്സ് മാത്രമായപ്പോൾ പലരും പറഞ്ഞു ഇംഗ്ലീഷ് നോട്ടും കൂടെ ഉൾപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കും കൂടെ സൗകര്യപ്പെടുമാറ് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫീഡ്ബാക്കുകൾ എൻ്റെ വാട്സപ്പിൽ അറിയിക്കുക, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏത് ചാപ്റ്ററാ? സൊല്യൂഷൻ. വാട്ട് ഈസ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് ആയ മിക്സ്ചറാണ് ഓഫ് 2 or more കോമ്പണൻസ്. 2 അതിലധികമോ കോമ്പണൻസുകൾ ചേർന്ന ഹോമോജീനിയസ് മിക്സ്ചറിനാണ് എന്ത് പറയുക? സൊല്യൂഷൻ എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ ഇംഗ്ലീഷും മലയാളവുമായേ. റെഡി? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, സൊല്യൂഷനിൽ മിനിമം 2 കോമ്പണൻസ് ഉണ്ടാവും, 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന് അധികമുള്ള ഘടകമായിരിക്കാം, കൂടുതൽ അളവുള്ളതായിരിക്കാം. ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയുള്ള ഒരു കോമ്പണൻ്റ് ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ പറയും സോൾവെൻറ്റ്. ദി കോമ്പണൻറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ലാർജർ എമൗണ്ട് ഈസ് കാൾഡ് സോൾവെൻറ്റ്. റെഡി? കുറഞ്ഞ അളവിലുള്ള കോമ്പണൻസിനെ നമ്മൾ സൊല്യൂട്ട് എന്നും പറയും. അപ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. സോല്യുബിലിറ്റി. നമുക്കറിയാം സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും. പഞ്ചസാര നമ്മൾ ചായയിൽ നന്നായി ഡിസോൾവ് ചെയ്യിപ്പിക്കാറില്ലേ? ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ സൊല്യൂട്ട് സോൾവെൻറ്റിൽ നന്നായി ഡിസോൾവ് ചെയ്യും. മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഒരു പ്രത്യേക എമൗണ്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്താൽ ആ സൊല്യൂഷനെ നമ്മൾ പറയും സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ എമൗണ്ടിനെ നമ്മൾ പറയും സോല്യുബിലിറ്റി. റെഡി? അപ്പോൾ സോല്യുബിലിറ്റി എന്താണെന്ന് പഠിച്ചല്ലോ. സോല്യുബിലിറ്റി ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒന്നുകൂടെ പറയാം. ഒരു പ്രത്യേക അളവ് സോൾവെൻറ്റിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ പരമാവധി അളവിനെയാണ് സോല്യുബിലിറ്റി എന്ന് പറയുക. സോല്യുബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ടെമ്പറേച്ചർ, പ്രഷർ. ഓക്കെ, സ്ക്രീനിൽ നോക്കുന്നുണ്ടല്ലോ. ഫുള്ള് വിശദീകരിക്കുന്നില്ല, മിനിമം ആ പോയിൻ്റെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. സോല്യുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. ദ്രാവകത്തിൽ വാതകത്തിൻ്റെ സോല്യുബിലിറ്റി എങ്ങനെയാണ്? നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് 7up, പരിചയമുള്ളതാണ് സോഡ. ഈ സോഡയിലും 7upലുമൊക്കെ ചിലർക്ക് ഇപ്പോൾ ഒരു സംശയം വരും, എന്താ പെപ്സിയെക്കുറിച്ച് പറയാത്തത്? ആയിക്കോട്ടെ, പെപ്സി ആയിക്കോട്ടെ. ആ പെപ്സി, 7up, സോഡ തുടങ്ങിയ ഡ്രിങ്ക്സുകൾ, ആ ഡ്രിങ്ക്സിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്ന സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണത് ഡിസോൾവ് ചെയ്തത്? പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് അല്ലേ? ബോട്ടിലിനകത്ത് ലിക്വിഡുണ്ട്, ആ ലിക്വിഡിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ പാസ് ചെയ്തതിന് ശേഷം അതിന് നല്ലൊരു സ്റ്റോപ്പർ ഇട്ടിട്ട് അടച്ചു വെച്ചു. റെഡി? ആ സ്റ്റോപ്പർ തുറന്നാൽ പൊട്ടൂലേ?
അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോല്യുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്, ദ്രാവകത്തിൽ വാതകം ലയിച്ചു ചേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നാച്ചർ ഓഫ് ഗ്യാസ്, വാതകത്തിൻ്റെ സ്വഭാവം. ചില വാതകങ്ങൾ നന്നായി ഡിസോൾവ് ചെയ്യും, ചിലത് അത്ര ഡിസോൾവ് ചെയ്യില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദ്രാവകത്തിൽ വാതകങ്ങൾ ലയിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. ഒന്ന്, നാച്ചർ ഓഫ് ഗ്യാസസ്. 2, ടെമ്പറേച്ചർ. 3, പ്രഷർ. ഒരു കാര്യം ഉറപ്പാണ്, പ്രഷർ അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ 3 പോയിൻ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓരോ കാര്യവും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽഡിലേക്ക് പോകുന്നില്ല, അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നതുകൊണ്ട്. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഒരു കാര്യം ഉറപ്പായി, വാതകങ്ങളുടെ സോലിബിലിറ്റി കൂടും. ബുദ്ധിമുട്ടില്ലല്ലോ. നല്ല പ്രഷർ, സോഡയുടെ ബോട്ടിലിൻ്റെ മുകളിൽ നല്ല പ്രഷർ കൊടുത്താൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആ വാട്ടറിലേക്ക്, ആ ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യും. ഇല്ലേ? സംശയമുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പ്രഷർ. ആ പ്രഷറുമായി ബന്ധപ്പെട്ട് ഹെൻറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു ലോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തൊരു ലോ ഉണ്ട്. ആ ലോയെ നമ്മൾ അറിയപ്പെടുന്നത് ഹെൻറീസ് ലോ എന്നാണ്. ആ സ്ക്രീനിലേക്ക് നോക്കുക, ലാസ്റ്റ് പോയിൻ്റ് ശ്രദ്ധിച്ചാൽ മതി. ഹെൻറീസ് ലോ ഈ സ്റ്റേറ്റ്സ് ദാറ്റ് the solubility of gas in liquid is directly proportional to pressure of the gas. പ്രിയപ്പെട്ട മക്കളെ, എന്താണ്? ഒന്നുമില്ലല്ലോ ഇതിൽ. ഗ്യാസ് സോലിബിൾ ആകുന്നത് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത പ്രഷറിന് നേരനുപാതത്തിലാണ്. പ്രഷർ കൂടുമ്പോൾ കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യും, പ്രഷർ കുറയുമ്പോൾ ഡിസോൾവ് ചെയ്യുന്ന ലയിക്കുന്ന ഗ്യാസിൻ്റെ അളവും കുറയും. ക്ലിയർ? അതിന് ഇംഗ്ലീഷിലെ നോട്ട് എഴുതിയെടുക്കാം, മലയാളം വേണ്ടവർക്ക് കാണാവുന്നതാണ് സ്ക്രീനിലേക്ക്. ഒരു മിശ്രിതത്തിലെ വാതകത്തിൻ്റെ ഭാഗിക മർദ്ദം വാതകത്തിൻ്റെ മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലാണ്. അങ്ങനെയും പറയാം. മോൾ ഫ്രാക്ഷനും സോലിബിലിറ്റിയും തമ്മിൽ നേർ അനുപാതത്തിലാണ്. എന്തുകൊണ്ട്? സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നതും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് പ്രഷർ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പഠിച്ചു നോക്കാലോ, സിമ്പിളല്ലേ? പി പ്രപ്പോർഷണൽ ടു എക്സ് എന്നെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ചു വെച്ചാൽ മതി. അതിലപ്പുറം ഒന്നുമില്ല. ഹെൻറീസ് ലോ ചോദിച്ചാൽ നിങ്ങൾ പി പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതുക. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, എക്സ് എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ദ്രാവകത്തിൽ ഡിസോൾവ് ചെയ്ത ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷനാണ് എക്സ്. അത് എഴുതി വെക്കണം എന്നുള്ളൂ, വേറെ ഒന്നുമില്ലെങ്കിലും തിരക്കടില്ല. വാട്ട് ഈസ് ഹെൻറീസ് ലോ? പി പ്രപ്പോർഷണൽ ടു എക്സ്. വാട്ട് ഈസ് പി? പ്രഷർ. വാട്ട് ഈസ് എക്സ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ദ്രാവകത്തിൽ ഡിസോൾവ് ചെയ്ത വാതകത്തിൻ്റെ എന്ത്? മോൾ ഫ്രാക്ഷൻ. അപ്പോൾ സ്വാഭാവികമായും പ്രപ്പോർഷണൽ എന്ന് പറയുന്ന ആ ടേം കണ്ടില്ലേ ഇവിടെ? അത് കളഞ്ഞാൽ ഈക്വൽ ടു എന്നാക്കാം. ഈക്വൽ ടു എന്നാക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. കോൺസ്റ്റൻറ്റ് സ്വാഭാവികമായും അത് കെ എച്ച് ആവും. എന്തുകൊണ്ട്? ഹെൻറിയാണ് ഈ ലോ പറഞ്ഞത്. അതുകൊണ്ട് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് കെ എച്ച്. പി ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങൾ ഹെൻറീസ് ലോ ചോദിച്ചാൽ ഇത് ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. പി ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, കെ എച്ച് എന്ന് പറഞ്ഞാൽ വാട്ട്? ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. എക്സ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ക്ലിയർ? ഇംഗ്ലീഷിൽ നോട്ട് കാണാം. അതാ, പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ് ബി. വാട്ട് ഈസ് എക്സ് ബി? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഗ്യാസ്. ക്ലിയർ? ഇനി അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കൂ, അതും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രപ്പോർഷണലാണ്. അപ്പോൾ ഗ്രാഫ് കണ്ടോ? ഡയറക്റ്റ് പ്രപ്പോർഷണലാണ്. പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് മോൾ ഫ്രാക്ഷനും കൂടുന്നു. ഗ്രാഫ് കണ്ടില്ലേ?
അപ്പോൾ ഗ്രാഫ്, ആ ഇക്വേഷൻ, ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ 3 കാര്യങ്ങൾ പഠിക്കണം. അതോടൊപ്പം അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോയും അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്കതിൻ്റെ മലയാള ഭാഗത്തേക്ക് വരാം. ഹെൻറിയുടെ നിയമത്തിൻ്റെ പ്രയോഗങ്ങൾ. നമ്പർ 1, സോഡ വാട്ടർ നിർമ്മിക്കുന്നത് ഹെൻറി നിയമത്തിൻ്റെ ഒരു പ്രയോഗമാണ്. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സോഡ നിർമ്മിക്കുന്നത്. അപ്പോൾ അവിടെ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷനുണ്ട്. നമ്പർ 2, സ്കൂബ ഡൈവേഴ്സ്. നിങ്ങൾ കേട്ടോ സ്കൂബ ഡൈവേഴ്സ്? കടലിലൊക്കെ മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. കപ്പലിലൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ കടലിലേക്ക് മുങ്ങി കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് അതിൻ്റെ തകരാറ് തീർക്കുന്നവരുണ്ട്. മാത്രമല്ല കടലിൻ്റെ അകത്തേക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോകേണ്ടി വരുന്ന ആളുകൾക്കാണ് സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയാം. അപ്പോൾ സ്കൂബ ഡൈവേഴ്സ് ഒരു സിലിണ്ടറൊക്കെ ഘടിപ്പിച്ചാൽ പോവുക, കാരണം വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജനെ വലിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യും. ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ട് നൈട്രജനും ഓക്സിജനും വേണം. നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണെങ്കിലും അതിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ ഒരു അനുപാതം റെഡിയാക്കാൻ വേണ്ടി നൈട്രജൻ ചേർക്കണം. പക്ഷേ നൈട്രജനും ഓക്സിജനും മാത്രമായ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? കടലിൻ്റെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിയുമ്പോൾ സിലിണ്ടറിൽ നിന്ന് പുറത്തു വരുന്ന ഓക്സിജനും നൈട്രജനും ബ്ലഡിലേക്ക് ചെന്ന് ബ്ലഡിൽ ഓക്സിജനോടൊപ്പം നൈട്രജനും ഡിസോൾവ് ആവും. നൈട്രജൻ ഡിസോൾവ് ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം? സോഡയുടെ പോലെ ഒരു ഫോമേഷൻ അവിടെ നടക്കും. കാരണം ഈ സ്കൂബ ഡൈവേഴ്സ് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത നൈട്രജൻ പുറത്തേക്ക് വരും. ഏതുപോലെയെന്നറിയോ? സോഡയുടെ ബോട്ടിൽ തുറക്കുമ്പോൾ പുറത്തു വരുന്ന നുരയും പതയും പോലെ ബ്ലഡിൽ നിന്ന് നൈട്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ വെയിൻ തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലോ ബ്ലഡിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തും. അങ്ങനെ ആ ഒരു സമയത്തുണ്ടാവുന്ന മെഡിക്കൽ കണ്ടീഷനെ, സീരിയസ് ആയ ഒരു മെഡിക്കൽ കണ്ടീഷന് പേര് പറയും ബെൻഡ്, BENT, ബെൻഡ്. ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി സ്കൂബ ഡൈവേഴ്സ് ക്യാരി ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടറിൽ ഹീലിയവും കൂടി നിറക്കും. ഹീലിയം നിറച്ചാൽ ഹീലിയം നൈട്രജനെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്നതിൽ നിന്ന് തടയും. ഓക്കെ. അപ്പോൾ സ്കൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിൽ ഹീലിയം ചേർക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൈട്രജൻ രക്തത്തിൽ ലയിക്കാതിരിക്കാൻ. അതിൽ ആർക്ക് പങ്കുണ്ട്? ഹെൻറി നിയമത്തിന് പങ്കുണ്ട്. മൂന്നാമത്തത്, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മർദ്ദം കുറയുന്നു. അതിൻ്റെ ഫലമായി ഓക്സിജൻ്റെ അളവ് രക്തത്തിൽ കുറയുന്നു. കടലിലേക്ക് താഴോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടി, മാത്രമല്ല നൈട്രജൻ്റെ അളവും കൂടി. എന്നാൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മർദ്ദം കുറയുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയും. ഈ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ആനോക്സിയ. കാരണം എന്താ അറിയോ? അയാൾക്ക് ചുറ്റുവട്ടത്തെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല. കണ്ണ് മഞ്ഞളിച്ചമാതിരി സ്ഥിതി ഉണ്ടാവും. ഇതിനെയാണ് ആനോക്സിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ആനോക്സിയ ഉണ്ടാകുന്നത്, ബെൻഡ് ഉണ്ടാകുന്നത്, സോഡ വാട്ടർ ഉണ്ടാകുന്നത് ഒക്കെ ഹെൻറി നിയമത്തിൻ്റെ പ്രായോഗികമായ തലങ്ങളാണ്. അതിൻ്റെ ഇംഗ്ലീഷും നമുക്കൊന്ന് കാണാം. ഒന്ന്, ടു ഇൻക്രീസ് ദി സോലബിലിറ്റി ഓഫ് CO2 ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് സച്ച് ആസ് സോഡ വാട്ടർ, പെപ്സി ഓർ 7up, etc. Then a medical condition known as anoxia in people living at high altitude or climbers. Number 3, a condition known as bends, decompression of sickness in scuba divers. ഓക്കെ. അപ്പോൾ ബെൻഡ് ഉണ്ടാകുന്നത് ഇതൊക്കെ അതിൻ്റെ അപ്ലിക്കേഷനാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്. ഒരു ദ്രാവകത്തിൻ്റെ ബാഷ്പമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിലേക്ക് നോക്കുക. അവിടെ ഒരു പാത്രം കണ്ടോ നിങ്ങൾ? പ്യുർ സോൾവെൻ്റ് എടുത്തിരിക്കുന്നു. ആ പ്യുർ സോൾവെൻ്റ് എടുത്തപ്പോൾ അതിങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തപ്പോൾ ആ പ്യുർ സോൾവെൻറ്റിൽ നിന്ന് സോൾവെൻറ്റിൻ്റെ മോളിക്യൂള് വേപ്പറൈസ് ചെയ്ത് വരുന്നു. വേപ്പറൈസ് ചെയ്യുമ്പോൾ ആ വേപ്പേഴ്സും
ആ സോൾവൻ്റ് ആകുന്ന ലിക്വിഡും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്യും. ഈ ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്താൽ ആ സമയത്തുള്ള വേപ്പേഴ്സിൻ്റെ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുക. ഒന്നുകൂടെ പറയാം. അവിടെ എ എന്ന് പറഞ്ഞ ചിത്രം കണ്ടോ സ്ക്രീനിൽ? അതിലൊരു സോൾവെൻ്റ് എടുത്തിട്ടുണ്ട്. ആ സോൾവെൻ്റ് ഇങ്ങനെ വേപ്പറൈസ് ചെയ്യുന്നു, ബാഷ്പമായി മാറുന്ന നീല കളറുള്ള പുള്ളികൾ ഇങ്ങനെ കണ്ടില്ലേ? അത് ബാഷ്പമാണ്. അതിൽ നിന്നുണ്ടായ വാതകമാണ്. ആ വാതകവും ആ ദ്രാവകവും തമ്മിൽ ഒരു സന്തുലനാവസ്ഥയുണ്ടാകുമ്പോൾ ആ വാതകങ്ങൾ പ്രയോഗിക്കുന്ന മർദ്ദത്തിൻ്റെ പേരാണ് വേപ്പർ പ്രഷർ. ക്ലിയർ? ഈ വേപ്പർ പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്: ഒന്ന് ലിക്വിഡിൻ്റെ സ്വഭാവം, രണ്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ വേപ്പേഴ്സ് കൂടും, അപ്പോൾ വേപ്പർ പ്രഷർ കൂടും. ലിക്വിഡിൻ്റെ സ്വഭാവം, പെട്രോളിൻ്റെ ബാഷ്പീകരണം പോലെയല്ല വെള്ളം. പെട്രോൾ വേഗം ബാഷ്പീകരിക്കും. അപ്പോൾ ലിക്വിഡിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കും, ടെമ്പറേച്ചറിനെ സ്വാധീനിക്കും. ഓക്കെ, അപ്പം വേപ്പർ പ്രഷറിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇംഗ്ലീഷിലൊന്ന് പറയാം. ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പേഴ്സ് എബവ് ദി ലിക്വിഡ് സർഫസ് വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ക്ലിയർ? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബി എന്ന് പറയുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. എന്താ സംഭവം എന്നറിയോ? ആ പ്യുർ സോൾവെൻറ്റിലേക്ക് ഞാൻ സൊല്യൂട്ട് ചേർത്തു. ഏത് സൊല്യൂട്ട്? ഒരു സാധാ സൊല്യൂട്ടല്ല, നോൺ വോളട്ടൈലായ സൊല്യൂട്ട്. ബാഷ്പീകരിക്കാത്ത ലീനത്തെ എന്ത് ചെയ്തു? ശുദ്ധമായ ആ ലായകത്തിലേക്ക് ചേർത്തു. ഇംഗ്ലീഷ് പറഞ്ഞാൽ നോൺ വോളട്ടൈൽ സൊല്യൂട്ടിനെ പ്യുർ സോൾവെൻറ്റിലേക്ക് ചേർത്തു. ചേർത്തപ്പം കണ്ടോ, ആ ഗ്രീൻ കളറുള്ള ആളാണ് സൊല്യൂട്ട്. അത് വന്നപ്പോൾ ആ സോൾവെൻറ്റിൻ്റെ സർഫസിൽ ഒരു തടസ്സം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തടസ്സം പോലെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? സോൾവെൻറ്റിന് പിന്നെ വേപ്പറൈസ് ചെയ്യാൻ കൂടുതൽ സ്ഥലങ്ങളില്ല. ആ സർഫസിൻ്റെ ആ ഗ്യാപ്പിലൂടെ, ചെറിയ ഗ്യാപ്പിലൂടെ മാത്രമേ സോൾവെൻറ്റിന് വേപ്പറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറയും. ആരുടെ? പ്യുർ സോൾവെൻറ്റ് സൊല്യൂഷനായി മാറിയപ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. ഈ പ്രതിഭാസത്തെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയും. നല്ല ഓർത്തിരിക്കണം. വാട്ട് ഈസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? വെൻ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു പ്യുർ സോൾവെൻറ്റ്, വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഡിക്രീസസ്, കുറയുന്നു. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? പ്രഷർ കുറയാനുള്ള കാരണം എന്താ? മറ്റൊന്നുമല്ല, നോൺ വോളട്ടൈലായ സൊല്യൂട്ട് ആ സോൾവെൻറ്റിൻ്റെ സർഫസിൽ ഇങ്ങനെ തടസ്സം ഉണ്ടാകുന്ന രൂപത്തിൽ ഇങ്ങനെ നിന്നു. കണ്ടോ ആ ഗ്രീൻ കളർ? അതാണ് ഇതിന് കാരണം. സർഫസിൽ നോൺ വോളട്ടൈലായ സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾ നിന്നതിൻ്റെ ഫലമായി സോൾവെൻറ്റിന് വേപ്പറൈസ് ചെയ്യാൻ സാധ്യമായില്ല. ഓക്കെ, അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറഞ്ഞു. അവിടെ എണ്ണം കുറഞ്ഞുണ്ടെങ്കിൽ ആ ബി എന്ന് പറഞ്ഞ ചിത്രത്തിൽ 2-3-4 വേപ്പേഴ്സേ കാണുള്ളൂ. ഇപ്പുറത്ത് കുറേ എണ്ണം ഉണ്ട്. ക്ലിയർ? ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി ശ്രദ്ധിക്കണം മക്കളെ. മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് വരാം. റാവോട്ട്സ് ലോ. എങ്ങനെ റാവോട്ട്സ് ലോ നമ്മൾ പറയാൻ പോണത്? ഫോർ എ ബൈനറി സൊല്യൂഷൻ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്, ബാഷ്പീകരിക്കുന്ന ലിക്വിഡിൻ്റെ ഒരു ബൈനറി സൊല്യൂഷൻ, ബാഷ്പീകരിക്കുന്ന 2 ലിക്വിഡുകൾ മിക്സ് ചെയ്ത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ അതിലെ റാവോട്ട്സ് ലോ എന്താണ് എന്നാണ് പറയാൻ പോണത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ക്രീനിലേക്ക് നോക്കുക. ചിത്രം കണ്ടോ? സൊല്യൂഷൻ എ, ബാഷ്പീകരിക്കുന്ന ആളെ ചിത്രം കണ്ടില്ല? റോസ് കളർ. സൊല്യൂഷൻ ബി, ബ്ലൂ കളർ കണ്ടോ? ബാഷ്പീകരിക്കുന്ന ആളാണ്. രണ്ടാളെയും കൂടെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്താൽ സൊല്യൂഷൻ കിട്ടി. ആ സൊല്യൂഷൻ്റെ എയും വേപ്പറൈസ് ചെയ്യുന്നുണ്ട്, ബിയും വേപ്പറൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കേസിൽ റാവോട്ട്സ് ലോ എന്താണ്? ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് സംഭവം. സ്ക്രീനിലേക്ക് നോക്ക്. പി എ, പാർഷ്യൽ പ്രഷർ ഓഫ് എ, ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇൻ പ്യുർ സ്റ്റേറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ. അവിടെ ആ സ്ക്രീനിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്നാണുള്ളത്, ബി അല്ല എ.
അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞാലോ, പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഇൻ പ്യുർ സ്റ്റേറ്റ്, മോളിൽ 0 ഇട്ടാൽ പ്യുർ സ്റ്റേറ്റ് എന്നാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഇൻ പ്യുർ സ്റ്റേറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അവിടെ സ്ക്രീനിലില്ല. പാർഷ്യൽ പ്രഷർ ഓഫ് സി എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് കരുതുക. അയാളെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും? പി സി ഈക്വൽ ടു P0C ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് സി. റെഡി? ബെൻസീൻ്റെ പാർഷ്യൽ പ്രഷർ ചോദിച്ചാൽ എന്ത് ചെയ്തു? പാർഷ്യൽ പ്രഷർ ഓഫ് ബെൻസീൻ ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ബെൻസീൻ ഇൻ പ്യുർ സ്റ്റേറ്റ് 0 ഇടണം ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ. ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് റാവോട്ട്സ് ലോ. വാട്ട് ഈസ് റാവോട്ട്സ് ലോ? റാവോട്ട്സ് ലോ ഈസ് സ്റ്റേറ്റ് ദാറ്റ് ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് component is equal to product of partial pressure of a component in pure state and its mole fraction. Clear? സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. റാവോട്ട്സ് ലോ ചോദിച്ചാൽ ഇങ്ങനെ എഴുതി വെക്കുക. പി എ ഈക്വൽ ടു P0A ഇൻറ്റു XA, PB ഈക്വൽ ടു P0B ഇൻറ്റു XB. ബുദ്ധിമുട്ടില്ലല്ലോ. അത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ റാവോട്ട്സ് ലോ ആയേ. റാവോട്ട്സ് ലോ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗ്രാഫ് നോക്കുക. വേപ്പർ പ്രഷർ y ആക്സിസിൽ കൊടുത്തിരിക്കുന്നു, മോൾ ഫ്രാക്ഷൻ x ആക്സിസിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ XA 1 ആണെങ്കിൽ, അതായത് എയുടെ എമൗണ്ട് മാക്സിമം ആണെങ്കിൽ, കണ്ടോ അയാളെ പാർഷ്യൽ പ്രഷർ, അയാളെ വേപ്പർ പ്രഷർ ഏറ്റവും കൂടുതൽ മുകളിൽ നിൽക്കണുണ്ടോ? എന്നിട്ട് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇങ്ങനെ കുറഞ്ഞ് 0 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വേപ്പർ പ്രഷറും കുറയും. എന്താ സംശയം? ആളുടെ എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ കുറയുമല്ലോ. അപ്പോൾ കുറഞ്ഞ് വന്നിട്ട് 0 ആയി. ഇനി ഇപ്പുറത്ത് നോക്കുക. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, XB എന്ന് പറഞ്ഞത് 1 ആണ് ഇപ്പുറത്ത്. അതായത് ബിയുടെ എമൗണ്ട് മാക്സിമം ആണ്, എ എന്ന് പറഞ്ഞ ആളില്ല. അങ്ങനെ ആകുമ്പോൾ ബിയുടെ പാർഷ്യൽ പ്രഷർ മാക്സിമം ആയിരിക്കും. കാരണം അവിടെ ബി മാത്രം ഉള്ളത്. ബി മാത്രം ഉണ്ടാവുമ്പോൾ P0B എന്നാവും പ്യുർ സ്റ്റേറ്റിലുള്ള പ്രഷർ. ക്ലിയർ? പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോരുമ്പോൾ XBയുടെ അളവ് കുറഞ്ഞ് 0യിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ പ്രഷർ ഇങ്ങനെ കുറഞ്ഞ് 0 ആയി മാറി. പിന്നെ അതിൻ്റെ സം എടുത്താൽ ഡാൾട്ടൺ പറഞ്ഞാൽ എന്താ? 2 കോമ്പണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ സം ചെയ്തതാണ് ആ 2 കോമ്പണൻറ്റ് മിക്സ് ചെയ്തുണ്ടായ സൊല്യൂഷൻ്റെ പ്രഷർ. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു സം ഓഫ് പാർഷ്യൽ പ്രഷർ എന്നാണ് ഡാൾട്ടൺ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുകളിലൊരു വരാണ് വരച്ചാൽ ടോട്ടൽ പ്രഷർ കിട്ടി. ക്ലിയർ? അപ്പോൾ ഡാൾട്ടൺസ് ലോയും അപ്ലൈ ചെയ്തിട്ടുണ്ട്, റാവോട്ട്സ് ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം അപ്ലൈ ചെയ്തൊരു ഗ്രാഫാണത്. ഓർത്തിരിക്കണേ, വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ മറ്റൊരു കാര്യം, സ്ക്രീനിലേക്ക് നോക്കൂ. നമ്മളൊരു സോൾവെൻറ്റിലേക്ക്, വോളട്ടൈലായ സോൾവെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നോൺ വോളട്ടൈലായ സൊല്യൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോൺ വോളട്ടൈൽ സൊല്യൂട്ടിന് പാർഷ്യൽ പ്രഷർ ഉണ്ടാവില്ല. അതുകൊണ്ട് സൊല്യൂഷൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? സൊല്യൂഷൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും. ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഓക്കെ, വിശദീകരിക്കുന്നില്ല, അത്രയധികം ഡീറ്റെയിൽഡായി വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതുകൊണ്ട് മിനിമം ഒരു കാര്യം അറിയാം. നോൺ വോളട്ടൈലായ സൊല്യൂട്ടുള്ള സൊല്യൂഷനിൽ സൊല്യൂഷൻ്റെ പ്രഷർ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ഐഡിയൽ സൊല്യൂഷൻ, ആദർശ ലായനി. എന്താണ് ആദർശ ലായനി? 3 നിബന്ധനകൾ പാലിക്കുന്നെങ്കിൽ ആ ലായനിയെ നമുക്ക് എന്ത് പറയാം? ആദർശ ലായനി എന്ന് പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ, അത് റാവോട്ട്സ് ലോ അനുസരിക്കണം. ഒരു കോമ്പണൻറ്റ് എ ആണെങ്കിൽ PA ഈക്വൽ ടു P0A ഇൻറ്റു XA ആകണം. ആ സൊല്യൂഷനിലെ മറ്റൊരു കോമ്പണൻറ്റ് ബി ആണെങ്കിൽ PB ഈക്വൽ ടു P0B ഇൻറ്റു XB ആയിരിക്കണം. അതായത് റാവോട്ട്സ് ലോ അനുസരിക്കണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന,
ആ രണ്ട് കോമ്പണൻറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ താപം പുറത്തുവിടാനോ സ്വീകരിക്കാനോ പാടില്ല. നോ ഹീറ്റ് ചേഞ്ച് ഈസ് ഒക്കേർഡ്. ഹീറ്റ് ചേഞ്ച് സംഭവിക്കാനേ പാടില്ല. സൊല്യൂഷനായി മാറിയാൽ എ എന്ന് പറഞ്ഞ കോമ്പണൻറ്റും ബി എന്ന് പറഞ്ഞ കോമ്പണൻറ്റും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷന് തണുക്കാനും പാടില്ല, ചൂടാകാനും പാടില്ല. നോ ചേഞ്ച് ഇൻ ഹീറ്റ്, ദെയർഫോർ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0 ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, വോള്യം ചേഞ്ച് ചെയ്യാൻ പാടില്ല. എ 1 ലിറ്ററും ബി എന്ന് പറയുന്നത് 1 ലിറ്ററും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്കൊക്കെ അറിയാം 2 ലിറ്റർ സൊല്യൂഷനാണ് ഉണ്ടാവുക. പക്ഷേ 2 ലിറ്ററിന് പകരം ചില സൊല്യൂഷൻ 2.5 ലിറ്ററാവും, ചില സൊല്യൂഷൻ 1.5 ലിറ്ററായി കുറയും. എന്നാൽ ആദർശ ലായനിയിൽ വോള്യത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല. എത്രയാണോ മിക്സ് ചെയ്തത് അത്രയും ആൾ തന്നെ സൊല്യൂഷനും ഉണ്ടാവും. നോ ചേഞ്ച് ഇൻ വോള്യം വിശദീകരിക്കുന്നില്ല. ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0 ആയിരിക്കും. ഹീറ്റ് ചേഞ്ച് ചെയ്യില്ല, വോള്യം ചേഞ്ച് ചെയ്യില്ല, റാവോട്ട്സ് ലോ അനുസരിക്കും. ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ്റെ പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞത് മലയാളത്തിലാണ്, നോട്ട്സ് അത് അവിടെ ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, എഴുതിയെടുത്തല്ലോ. ഇനി മലയാളത്തിൽ വേണമെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക. ഐഡിയൽ സൊല്യൂഷൻ. എല്ലാ ഗാഢതയിലും റാവോട്ട്സ് നിയമം അനുസരിക്കുന്ന ലായനിയെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണം, ബ്രോമോ ബെൻസീനും അയഡോബെൻസീനും കൂടിച്ചേർന്ന മിശ്രിതം, ബെൻസീനും ടൊളുവിനും കൂടിച്ചേർന്ന മിശ്രിതം. ഇത്തരം ലായനികളിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആയിരിക്കും, ഹീറ്റ് ചേഞ്ച് ഉണ്ടാവില്ല. ഡെൽറ്റ വി മിക്സിംഗ് 0 ആയിരിക്കും, വോള്യം ചേഞ്ച് ചെയ്യില്ല. ക്ലിയർ? അപ്പോൾ അത് ഓക്കെ ആയി, ഇംഗ്ലീഷുമായി മലയാളവുമായി. അടുത്ത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് കാണാവുന്നതാണ്. ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ അതാ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ നോക്കൂ. ദി സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ഒബേ റാവോട്ട്സ് ലോ. റാവോട്ട്സ് ലോ അനുസരിക്കില്ല. അതായത് പി എ നോട്ട് ഈക്വൽ ടു P0 A ഇൻറ്റു എക്സ് എ, പി ബി നോട്ട് ഈക്വൽ ടു P0 B ഇൻറ്റു എക്സ് ബി. ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ഡെൽറ്റ വി മിക്സിംഗ് 0. ഐഡിയൽ സൊല്യൂഷൻ അതൊക്കെ 0 ആയിരുന്നു. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ് ഇവിടെ. റെഡി? ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ സ്വാഭാവികമായി 2 ഉണ്ടാവും. ഒന്ന് 0നേക്കാൾ കൂടുതലുള്ളത്, പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ളത്. മറ്റൊന്ന് 0നേക്കാൾ കുറവുള്ളത്. 0 അല്ല എന്ന് പറഞ്ഞാൽ 0ൻ്റെ മുകൾക്കും വരാം, താഴത്തേക്കും വരാം. 0ൻ്റെ മുകൾക്ക് പോയാൽ പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള സൊല്യൂഷൻ, 0ൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് വ്യതിയാനം കാണിക്കുന്ന ലായനി. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ഉണ്ട്. ഒന്ന് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, മറ്റൊന്ന് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ആദ്യം നമുക്ക് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ നോക്കാം. കണ്ടോ, എ ബി എന്ന് പറയുന്ന 2 കോമ്പണൻറ്റുകളെ മിക്സ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. മിക്സ് ചെയ്താൽ എയും ബിയും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, ആകർഷണം, എയും തമ്മിലുള്ള ആകർഷണത്തേക്കാൾ കുറവാണ്. അല്ലെങ്കിൽ ബിയും തമ്മിലുള്ള ഇൻ്ററാക്ഷനേക്കാൾ കുറവാണ്. ഒന്നുകൂടെ പറയട്ടെ, എയും ബിയും തമ്മിൽ മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ എയും ബിയും തമ്മിൽ എന്തുണ്ടാവും? ആകർഷണം ഉണ്ടാവും. ആ ആകർഷണം എയും തമ്മിലുള്ള ആകർഷണത്തെക്കാളും ബിയും തമ്മിലുള്ള ആകർഷണത്തെക്കാളും കുറവായിരിക്കും. അങ്ങനെയുള്ള സൊല്യൂഷനാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ. അതിന് എക്സാമ്പിളാണ് അവിടെ കൊടുത്തത്. ഈഥൈൽ ആൽക്കഹോളും സൈക്ലോഹെക്സൈനും. വേറൊരു എക്സാമ്പിളാണ് അസറ്റോണും ബെൻസീനും. വേറൊരു എക്സാമ്പിളാണ് അസറ്റോണും കാർബൺ ഡൈസൾഫൈഡും. വേറെ എക്സാമ്പിളാണ് ഈഥൈൽ ആൽക്കഹോളും വാട്ടറും. വേറൊന്നാണ് അസറ്റോണും ഈഥൈൽ ആൽക്കഹോളും. എന്താ മറ്റു പ്രത്യേകത? റാവോൾട്ട്സ് ലോ അനുസരിക്കൂല.
പ്രഷർ കൂടുതൽ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പ്രഷർ കൂടുതലായിരിക്കും. ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവായിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്ക്രീനിലേക്ക് നോക്കൂ. കണ്ട, നെഗറ്റീവ് ഡീവിയേഷന് പ്രഷർ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറവായിരിക്കും. ഒന്ന്, കുറവ്, നെഗറ്റീവ് അല്ലേ, അപ്പോൾ കുറവ്. പിന്നെ ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവായിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് നെഗറ്റീവായിരിക്കും. അങ്ങനെയുള്ള സൊല്യൂഷൻ്റെ പ്രത്യേകത, എയും ബിയും കൂടിച്ചേർന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ എയും ബിയും തമ്മിലുള്ള ആകർഷണം എയും തമ്മിലുള്ളതും ബിയും തമ്മിലുള്ള ആകർഷണത്തേക്കാൾ സ്ട്രോങ് ആയിരിക്കും. എയും തമ്മിലുള്ളതും ബിയും തമ്മിലുള്ളതും ആകർഷണം ഉണ്ടല്ലോ, ആ ആകർഷണത്തേക്കാൾ സ്ട്രോങ് ആയിരിക്കും എയും ബിയും തമ്മിലുള്ളത്. അപ്പം എന്താ സംഭവിക്കുക? എയും ബിയും തമ്മിലാണ് കണ്ടുമുട്ടിയാൽ ആകർഷണം കൂടിയിട്ട് അടുത്തേക്കാണ് നിൽക്കും. ഒരു തമ്മിൽ എയും ബിയും അടുത്തേക്ക് നിൽക്കും. നന്നായി ഇങ്ങോട്ട് അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ വോളിയം കുറയും. അതാണ് ഡെൽറ്റ വി മിക്സിംഗ് നെഗറ്റീവായത്. അതുകൊണ്ടാണ് സ്ട്രോങ് ആകർഷണം വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവായത്, അതായത് എക്സോ തെർമിക് റിയാക്ഷനായി മാറിയത്. ഓക്കെ, രണ്ടിൻ്റെയും ഗ്രാഫ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം. നോക്കി നിങ്ങൾ, ആദ്യത്തെ ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ്. കണ്ടോ, ആദ്യം ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ് ആ പച്ച കളറുള്ള സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കുന്ന ഗ്രാഫ്. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ, പ്രഷർ കൂടിയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത്. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ്. എക്സ് ആക്സിസിൽ എന്താ കൊടുത്തത് നോക്കണം, മോൾ ഫ്രാക്ഷനാണ്. വൈ ആക്സിസിൽ കൊടുത്തത് എന്താ നോക്കണം, വേപ്പർ പ്രഷറാണ്. ഈ എൻഡിൽ കൊടുത്തത് മോൾ ഫ്രാക്ഷൻ അല്ലേ, 1ൻ്റെത് 0, 2ൻ്റെ 1. ഇപ്പുറത്ത് 1ൻ്റെത് മോൾ ഫ്രാക്ഷൻ ഓഫ് 1, ഫസ്റ്റ് കോമ്പണൻറ്റ് 1, സെക്കൻഡ് കോമ്പണൻറ്റിന് 0. റെഡി? ഇനിയിപ്പുറം നെഗറ്റീവ് ഡീവിയേഷനാണ്. അപ്പം നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ താഴ്ന്നു വരുന്നുണ്ടോ, പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വന്നുണ്ടോ, ആ പച്ച കളറുള്ള സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഗ്രാഫിൻ്റെ താഴോട്ട് ഇങ്ങനെ തള്ളി വരിക. അത് നെഗറ്റീവാണ്, കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് പഠിച്ചു, നെഗറ്റീവ് ഡീവിയേഷൻ എന്താണെന്ന് പഠിച്ചു, പോസിറ്റീവ് ഡീവിയേഷൻ എന്താണെന്ന് പഠിച്ചു. ബുദ്ധിമുട്ടില്ലല്ലോ? വേറെ ഒരു നോട്ട്സ് കൂടി അവിടെ ഉണ്ട്, ഏതാണ് നിങ്ങൾക്ക് സൗകര്യം പോലെ എഴുതിയെടുത്തോളൂ. അതിൻ്റെ മലയാളം കാണാവുന്നതാണ്. നോക്കൂ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. എല്ലാ ഗാഢതയിലും റാവർട്ട്സ് നിയമം അനുസരിക്കാത്ത ലായനികളാണിവ. ഒന്ന്, പോസിറ്റീവ് വ്യതിയാനം കാണിക്കുന്നത്. എയും ബിയും ചേർന്നൊരു ലായനി ഉണ്ടാകുന്ന അവസരത്തിൽ എയും അല്ലെങ്കിൽ ബിയും തമ്മിലുള്ള ആകർഷണ ബലത്തേക്കാൾ കുറവാണെങ്കിൽ അതാണ് പോസിറ്റീവ് വ്യതിയാനം കാണിക്കുന്ന ആൾ. അതിൻ്റെ ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവായിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവായിരിക്കും. ലായനിയുടെ തിളനില കുറയുന്നു. കാരണം പ്രഷർ കൂടുമ്പോൾ തിളനില കുറയും, ബോയിലിംഗ് പോയിൻ്റ് കുറയും. എക്സാമ്പിൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിനും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒക്കെ മലയാളത്തിലുണ്ട്, നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തിലേക്ക് പോകാല്ലേ. അസിയോട്രോപ്പ് പ്രിയപ്പെട്ട മക്കളെ, അസിയോട്രോപ്പ് എന്നുള്ളതിന് ആ ബ്രാക്കറ്റിലുള്ള ഹെഡിങ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ, അതെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കി. കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ എന്താണ്? കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ വിശദീകരണം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിച്ചോളൂ. ഇതാണ് സംഭവം. സൊല്യൂഷൻ വിച്ച് ബോയിൽസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഡിസ്റ്റിൽ ഓവർ കംപ്ലീറ്റ്ലി അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. നിങ്ങൾ ഉപ്പുവെള്ളം തിളപ്പിച്ചാൽ വെള്ളം മാത്രമാണ് ബോയിൽ ചെയ്ത് പോവുക അല്ലേ? എന്നാൽ അസിയോട്രോപ്പ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ നിങ്ങൾ തിളപ്പിച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ആ സൊല്യൂഷനിലുള്ള എല്ലാ കോമ്പണൻറ്റിനും ആ സൊല്യൂഷനിലെ പ്രപ്പോർഷൻ എന്താണോ അതേ പ്രപ്പോർഷനിൽ ഗ്യാസായിട്ട് പോകും.
ഇപ്പോൾ ഉപ്പ് വെള്ളത്തിൻ്റെ ഒരു അസിയോട്രോപിക് സൊല്യൂഷൻ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയുള്ള അസിയോട്രോപിക് സൊല്യൂഷൻ, ഉപ്പിൻ്റെ അസിയോട്രോപിക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് തിളപ്പിച്ചാൽ രണ്ടാളും ആവിയായിട്ടാണ് പോകും. നൈട്രിക് ആസിഡിൻ്റെ ഒരു അസിയോട്രോപ്പ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഉണ്ട്, നൈട്രിക് ആസിഡിൻ്റെ അസിയോട്രോപ്പ് ഉണ്ട്. ആ അസിയോട്രോപ്പ് 68% നൈട്രിക് ആസിഡിനാണ് അസിയോട്രോപ്പായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള 68% നൈട്രിക് ആസിഡിനെ നമ്മൾ ബോയിൽ ചെയ്താൽ നൈട്രിക് ആസിഡും പുറത്തേക്ക് പോവും, വാട്ടറും പുറത്തേക്ക് പോവും. ഇതാണ് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സർ എന്ന് പറയാം. അപ്പോൾ എന്താ നിങ്ങൾ ഇത് ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് ഇപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു ലായനിയെ തിളപ്പിക്കുമ്പോൾ ആ ലായനിയിലുള്ള കോമ്പണൻറ്റ് ബോയിൽ ചെയ്ത് ഗ്യാസായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുക? കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സർ എന്ന് പറയുക. അങ്ങനെ ബോയിൽ ചെയ്ത് ഗ്യാസായിട്ട് പോകുന്ന കോമ്പണൻറ്റിൻ്റെ പ്രപ്പോർഷൻ ലിക്വിഡിലുള്ള കോമ്പണൻറ്റിൻ്റെ പ്രപ്പോർഷന് ഈക്വൽ ആയിരിക്കും. ശരി, ഇങ്ങനെയുള്ള അസിയോട്രോപ്പ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നിൻ്റെ പേര് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, രണ്ടാമത്തേൻ്റെ ആളെ പേര് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ലായനികളാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുക. അതാണ് ഓർത്താൽ മതി. പോസിറ്റീവ് മിനിമം, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുക. മാക്സിമം നെഗറ്റീവ്, മാക്സിമം നെഗറ്റീവ്, മിനിമം പോസിറ്റീവ്. ശ്രദ്ധിച്ചാൽ മതി. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് തരും. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് തരും. രണ്ടിനും എക്സാമ്പിൾ അത് അവിടെ കൊടുത്തുന്നു. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ അതാ എത്തനോളും വാട്ടറും മിക്സ് ചെയ്തത്. H2O 4.4%, എത്തനോൾ 95.6%. ആ അളവിലെടുക്കണമെന്ന് മാത്രം. ഓക്കെ, ഇപ്പുറത്ത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ അതാ H2O 80%, HCl 20%. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ അതൊരു അസിയോട്രോപ്പായിട്ട് മാറും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഇതിന് വേറെ പേരുണ്ട്, ഡെമോക്രാറ്റിക് പ്രോപ്പർട്ടീസ്. എന്താ അങ്ങനെ പറയാൻ കാരണം നമുക്കിപ്പോൾ മനസ്സിലാവും. ദി പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ബട്ട് നോട്ട് ദി നാച്ചർ ഓഫ് ദി സൊല്യൂട്ട്. റെഡി? ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂവെങ്കിൽ അത്തരം സ്വഭാവത്തെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അതിൻ്റെ സ്വഭാവത്തെ എന്ത് ചെയ്യൂല? ആശ്രയിക്കില്ല. ഏതുപോലെ ഇപ്പം തെരഞ്ഞെടുപ്പിൽ ആളെ ജാതിയോ മതമോ മറ്റ് സ്വഭാവങ്ങളോ അംഗവൈകല്യമോ ഇതൊക്കെ നോക്കുമോ? വോട്ടിന് ആര് വോട്ട് ചെയ്താലും ഒരു വോട്ടാകുക. ആളുടെ സ്വഭാവം പ്രശ്നമല്ല, അതിൻ്റെ എണ്ണം മാത്രമേ പരിഗണിക്കുള്ളൂ വോട്ടെടുപ്പിൽ. ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറഞ്ഞതിൽ എണ്ണം മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ആരാ വോട്ട് ചെയ്തത് നോക്കൂല. അതുകൊണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഡെമോക്രാറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ഉണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, നമ്പർ 2 എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, നമ്പർ 3 ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, നമ്പർ 4 ഓസ്മോട്ടിക് പ്രഷർ. ബൈ ഹാർട്ട് ചെയ്തോളി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ. മലയാളത്തിൽ കാണണോ? നോക്കിക്കോളൂ മലയാളം. ഗാഢത കുറഞ്ഞ ലായനിയുടെ ചില ഗുണങ്ങൾ ആ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഇത്തരം ഗുണങ്ങളാണ് കൊളിഗേറ്റീവ് ഗുണങ്ങൾ. പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ ഇവയാണ്. വാതകമർദ്ദത്തിലുണ്ടാകുന്ന കുറവ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, തിളനിലയിലുണ്ടാകുന്ന വർധനവ്,
എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഖരനിലയിലുണ്ടാകുന്ന കുറവ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്. ഓസ്മോട്ടിക് മർദ്ദം, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പം നിങ്ങളെ മനസ്സിലുണ്ടാവും എന്തിനാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുന്നത്. അതാണ് അവിടെ താഴത്ത് കൊടുത്തിരിക്കുന്നത്. ബാഷ്പശീലമില്ലാത്ത ലീനത്തിൻ്റെ തന്മാത്രാ ഭാരം കണ്ടുപിടിക്കാനാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നോൺ വോളട്ടൈലായ സൊല്യൂട്ടിൻ്റെ തന്മാത്രാ ഭാരം, മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞൂടെ? ടു ഡിറ്റർമിൻ മോളാർ മാസ് ഓഫ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്യാം. പ്രശ്നമില്ലല്ലോ. ഫസ്റ്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? ഒരു നോൺ വോളട്ടൈലായ സൊല്യൂട്ടിനെ സോൾവെൻറ്റിലേക്ക് ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നമ്മളിതിനെന്താ പറയുക? വേപ്പർ പ്രഷർ കുറഞ്ഞു എന്ന് പറയും. വേപ്പർ പ്രഷർ കുറയുന്ന ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ക്ലിയർ? ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു പ്യുവർ സോൾവെൻറ്റ് പച്ച കളറിൽ അതവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞ കളറുള്ള ഒരു നോൺ വോളട്ടൈലായ സൊല്യൂട്ട് ചേർത്തപ്പോൾ അതിൽ നിന്ന് വരുന്ന വേപ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു, അളവ് കുറഞ്ഞു. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഈ പ്രതിഭാസമാണ് എന്ത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഈ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അതാ ഇക്വേഷൻ. നോക്കിക്കോളൂ. MB ഈക്വൽ ടു P0A ബൈ P0A മൈനസ് PA ഇൻറ്റു WB ബൈ WA ഇൻറ്റു MA. ഓരോന്നും എന്താണെന്ന് പറയാം. MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, A എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണ്. അപ്പോൾ MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇക്വേഷൻ പഠിച്ചു നോക്കണം. P0A എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ ശുദ്ധമായ അവസ്ഥയിലുള്ള പ്രഷർ. PA എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ. ഇനി WB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ്. WA എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ ഗിവൺ മാസ്. MA എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ്. അതാണ് പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ നിങ്ങളിങ്ങനെ ബോക്സിലാക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് MB. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതല്ലേ, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലേ. ഓക്കെ, അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്? അതിൻ്റെ സിമ്പലാണ് ΔTB. വാട്ട് ഈസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്? അതായത് ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളട്ടൈലായ സൊല്യൂട്ട് ചേർക്കുമ്പോൾ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ത് ചെയ്യും? സൊല്യൂഷനായി മാറുമ്പോൾ കൂടുന്നു. എന്താ ഇപ്പം ഇത്ര സംശയം? സോൾവെൻറ്റിന് ഒരു ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടാവില്ലേ? അതിലേക്ക് നോൺ വോളട്ടൈലായ സൊല്യൂട്ട് ചേർത്താൽ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. നോക്കൂ, ആ ഗ്രാഫൊക്കെ നോക്കാം. നിങ്ങൾ നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ വിശദീകരിക്കാൻ സമയമൊന്നുമില്ല. ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് നോക്കുക. സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാൾ കൂടിയിട്ടുണ്ട് സൊല്യൂഷന്, ഇല്ലേ? ഒന്ന് മുന്നോട്ട് നീങ്ങിയില്ലേ? ദാറ്റ് ഈസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം? ഇക്വേഷൻ അതവിടെ കാണുന്നു. MB ഈക്വൽ ടു KB ബൈ ΔTB. വാട്ട് ഈസ് ΔTB? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഇൻറ്റു WB ബൈ WA ഇൻറ്റു 1000. ഓരോന്നും എന്താണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. എന്നാൽ KB എന്ന് പറഞ്ഞ പുതിയൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. KB എന്ന് പറഞ്ഞാൽ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. ഇക്വേഷൻ ബോക്സിലാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതുക. എഴുതിയിട്ട് ഇതേപോലത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്
അത് വർക്കൗട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇവിടെ സോൾവ് ചെയ്ത് തരാനും ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താനും സമയം ഇല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ KB എന്ന് പറഞ്ഞാൽ മോളാൽ എലിവേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് ആണ്. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാന്ന് ഓർക്കണം. A എന്ന് പറഞ്ഞാൽ സോൾവൻ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളട്ടൈലായ സൊല്യൂട്ട് ചേർത്താൽ, സ്ക്രീനിലേക്ക് നോക്കുക, നോൺ വോളട്ടൈലായ സൊല്യൂട്ട് ചേർത്താൽ ആ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കുറയും. 0 ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്തിരുന്ന വെള്ളം, വാട്ടർ, അതിലേക്ക് ഉപ്പ് ചേർത്താൽ പിന്നെ 0 ഡിഗ്രിയിലല്ല ഫ്രീസ് ചെയ്യുക, -1 -2 ഡിഗ്രിയിലേക്ക് ഫ്രീസ് ചെയ്യുള്ളൂ. അതായത് ഫ്രീസിംഗ് പോയിൻ്റ് 0-ൽ നിന്നിട്ട് കുറയും. ഈ പ്രതിഭാസത്തിനാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ സിമ്പലാണ് ഡെൽറ്റ TF. നോക്കൂ, ആ ഗ്രാഫിൽ നോക്കൂ. നേരത്തെ ഉണ്ടായിരുന്നത് ആ ഗ്രീൻ കളർ T0F ആയിരുന്നു. പക്ഷേ അതിലേക്ക് സൊല്യൂട്ട് ചേർത്തപ്പോൾ TF ആയിട്ട് മാറി, ഇങ്ങോട്ട് താഴോട്ട് വന്നു. കണ്ടോ? ദാറ്റ് ഈസ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ്. ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഐസ് മൂടിക്കിടക്കുന്ന റോഡിൽ നിന്ന് ഐസിനെ മാറ്റാൻ നമ്മൾ ഉപ്പ്, അതുപോലെ കാൽസ്യം ക്ലോറൈഡ് തുടങ്ങിയ ഇലക്ട്രോലൈറ്റ് ചേർത്താൽ എന്ത് ചെയ്യാം? റോഡിൽ നിന്ന് ഐസിനെ നീക്കം ചെയ്യാം. ഹിമാലയം പ്രദേശങ്ങളിലൊക്കെ, ഹിമാലയ ഏരിയകളിലൊക്കെ, ഹിമാചൽ പ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ഐസ് മൂടിക്കിടക്കുക ചെയ്യുക രാവിലെ ആകുമ്പോൾ റോട്ടിലൊക്കെ. ആ റോട്ടിൽ നിന്ന് ഐസിനെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമ്മളെന്ത് ചെയ്യും? ആ ഐസ് മൂടിക്കിടക്കുന്ന ആ സ്ഥലത്ത് ഇലക്ട്രോലൈറ്റ്, നോൺ വോളട്ടൈലായ സൊല്യൂട്ട് കൊണ്ടുപോയി ചേർക്കും. ഉപ്പൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ചേർക്കാം. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഐസ് ഉരുകിയിട്ട് റോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ നോക്കൂ. കണ്ടില്ലേ? MB = KF by delta TF into WB by WA into 1000. മാറ്റമൊന്നുമില്ല. KBക്ക് പകരം എന്ത് വന്നാണ്? KF എന്നായി. ഡെൽറ്റ TBക്ക് പകരം ഡെൽറ്റ TF എന്നായി. എന്നല്ലാതെ വേറെ മാറ്റമൊന്നുമില്ലല്ലോ. ഇക്വേഷൻ നേരത്തെ ചെയ്തതുപോലെ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ ഇങ്ങനെ ബോക്സിൽ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും, ചെയ്യുക. കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ ഒരു വീഡിയോ 12ാം ക്ലാസ്സിലെ കെമിസ്ട്രിയെ ബേസ് ചെയ്തുകൊണ്ട് കുറേ വീഡിയോസ് എൻ്റെ ഒരു പ്ലേലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിൽ നിന്നെടുത്ത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ്, ഓസ്മോട്ടിക് പ്രഷർ തുടങ്ങിയ ഓരോന്നിനും പ്രത്യേകം വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കണ്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കടുത്ത പോയിൻറ്റിലേക്ക് പോയാലോ. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഞാൻ നിങ്ങൾക്ക് ഒരു സങ്കല്പിക്കാൻ വേണ്ടി ഇത് തരികയാണ്. നിങ്ങൾ 2 സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൊല്യൂഷൻ ലോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്, മറ്റൊന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. അത് സെപ്പറേറ്റ് ചെയ്തത് സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. ഇങ്ങനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത 2 സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ഹൈ, മറ്റൊന്ന് ലോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ ലോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലെ സോൾവെൻറ്റ് ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് പോകും. ഏതിലൂടെ? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. ഈ പോകുന്നതിനാണ് ഓസ്മോസിസ് എന്ന് പറയുക. മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് ഫ്രം ലോവർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കാൾഡ് ഓസ്മോസിസ്. ഇങ്ങനെയുള്ള സെമി പെർമിയബിൾ മെംബ്രെയിന് എക്സാമ്പിൾ ഏതുണ്ടോ? എഗ്ഗിൻ്റെ മെംബ്രെയിന് ഇതിൽ പെടും. മുട്ടയുടെ തോടിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ചെറിയ പാട, അത് ഇതിൽ പെടും. ആനിമലിൻ്റെയും പ്ലാന്റിൻ്റെയും മെംബ്രെയിൻ ഇതിൽ പെടും. സെല്ലുലോസ് അസറ്റേറ്റ് ഇതിൽ പെടും. ഇതൊക്കെ എന്താണ്? സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ഓസ്മോസിസ് നടക്കുമ്പോൾ ഓസ്മോസിസിനെ തടയാൻ വേണ്ടി
കൊടുക്കുന്ന പ്രഷറിന് പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദി പ്രഷർ എക്സേർട്ടഡ് ടു സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പ്രഷറിനാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ സിമ്പല് പൈ എന്നാണ്. പൈ 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 കാണാനുള്ള ഇക്വേഷനാണ് പൈ ഈക്വൽ ടു CRT. വാട്ട് ഈസ് C? Molarity of solution, that is concentration. R is gas constant, T is temperature. റെഡി? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു WbRT by pi V. What is MB? Molar mass of solute. What is WB? Given mass of solute. What is R? Gas constant. What is T? Temperature. What is pi? Osmotic pressure. What is V? Volume of solution. പ്രശ്നമില്ലല്ലോ, എല്ലാം ഇവിടെ ഉണ്ട്. ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക, നേരത്തെ പോലെ ബോക്സിലാക്കുക. അപ്പം 4ാമത്തെ ബോക്സ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ട്. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല എങ്കിൽ എൻ്റെ വീഡിയോയിൽ ഇത് ചെയ്ത ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ട് അതിലുള്ള പ്രോബ്ലംസ് കാണുക. ഓക്കെ, ഓസ്മോസിസ് എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്ന മലയാളത്തിലുള്ള നോട്ടും നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഇപ്പോൾ കാണാവുന്നതാണ്. ബുദ്ധിമുട്ടില്ലല്ലോ? അവിടെ ഒരു നോട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് താഴത്ത്. ഉണങ്ങിയ പൂക്കൾ, പഴങ്ങൾ എന്നിവ വെള്ളത്തിലിട്ടാൽ അത് സാവധാനം വികസിച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് ഓസ്മോസിസ് ആണ് അല്ലേ? പൂക്കളൊക്കെ നമ്മൾ വാങ്ങി പൂക്കടയിൽ പോയി പൂ വാങ്ങുമ്പോൾ ചില പൂക്കളൊക്കെ കാണാം വെള്ളത്തിൽ നല്ല ഫ്രഷായ വാട്ടറിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ നടക്കുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്ന ഫിനോമിനനാണ്. ഓക്കെ, ഐസോടോണിക് സൊല്യൂഷനും ഹൈപ്പർടോണിക് സൊല്യൂഷനും ഹൈപ്പോടോണിക് സൊല്യൂഷനും എന്താണ് എന്നാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഐസോടോണിക് എന്ന് പറഞ്ഞാൽ ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനെയാണ് ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറയാം. ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള 2 സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനെ നമുക്ക് ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറയാം. എന്നാൽ ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാലോ, ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള സൊല്യൂഷനെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നു. ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ള സൊല്യൂഷനെ ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നു. 3നും അത് അവിടെ എക്സാമ്പിൾ കൊടുത്തു. 3നും എക്സാമ്പിൾ ഉണ്ട്. നന്നായി ശ്രദ്ധിക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ എക്സാമ്പിൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കുക. 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്താണ്? ഐസോട്ടോണിക്കാണ് വിത്ത് ബ്ലഡ് സെൽസ്. അതുകൊണ്ട് ഡ്രിപ്പ് ഇടാറില്ലേ ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അടുന്ന സമയത്ത് കൊടുക്കുന്ന സലൈൻ സൊല്യൂഷൻ 0.9%. അതിനേക്കാൾ കൂടിയാൽ ഹൈപ്പർ ടോണിക്കാവും, 0.9 കുറഞ്ഞാൽ ഹൈപ്പോടോണിക്കാവും. ഹൈപ്പോടോണിക്കാവുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? അത് ബ്ലഡ് സെല്ലിന് തകരാറ് സംഭവിക്കും. ബ്ലഡ് സെല്ല് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് വരും. എന്നാൽ ഹൈപ്പർടോണിക് ആണെങ്കിൽ 0.9%-നേക്കാൾ കൂടുതലുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ബ്ലഡ് സെല്ല് ഇങ്ങോട്ട് ചുരുങ്ങിയിട്ട്, അതായത് ഷ്രിങ്കിങ് സംഭവിക്കും. അതും എല്ലാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്, നോക്കുക. റെഡി? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് വരാം. റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് പോകുന്നതിനാണ് ഓസ്മോസിസ് എന്ന് പറയുക. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസോ? ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ലോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റിന് പോകാൻ നിർബന്ധിക്കുന്നതിനാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുക. ഓസ്മോസിസിൻ്റെ റിവേഴ്സ് അത് നടത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ വലിയ ഒരു പ്രഷർ സൊല്യൂഷൻ സൈഡിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്താൽ ഓസ്മോസിസിന് നേരെ ഓപ്പോസിറ്റാണ് മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് നടക്കുക.
ഇതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്കറിയാം പല രാജ്യങ്ങളിലും ശുദ്ധജലം കടൽ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. കടൽ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ലൊരു സൊല്യൂഷനാണ്. ഉപ്പിൻ്റെയും മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെയും ഒരു സൊല്യൂഷനാണ് കടൽ വെള്ളം എന്ന് പറഞ്ഞാൽ. ആ കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധജലം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുടിവെള്ളം കടൽ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഓസ്മോസിസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഈ റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിച്ചുകൊണ്ടാണ് കുടിവെള്ളം ലഭ്യമാക്കുന്നത്. നല്ല ഓർത്തിരിക്കണം, അപ്ലിക്കേഷൻ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളുടെയും മലയാള നോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, എഴുതിയെടുക്കണമെങ്കിൽ പോസ് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം. സ്ക്രീനിലേക്ക് നോക്കുക. നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്താണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ അപ്ലിക്കേഷൻ? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാണാം അല്ലേ? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാണാൻ വേണ്ടി നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. എന്നാൽ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രധാനമായും മോളാർ മാസ് കാണാൻ ഉപയോഗിക്കാറ്. എന്തുകൊണ്ട്? ഇതൊരു നല്ല ചോദ്യമല്ലേ? സ്ക്രീനിലേക്ക് നോക്കുക. അതിന് കാരണമുണ്ട്. 4 പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, ഇത് റൂം ടെമ്പറേച്ചറിൽ നടത്താൻ പറ്റും. നന്നായി തണുപ്പിക്കണ്ട, ചൂടാക്കി തിളപ്പിക്കണ്ട, എന്നാൽ റൂം ടെമ്പറേച്ചറിൽ നടത്താൻ പറ്റിയ ഒരു സംഭവമാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന സംഭവം. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോളാർ മാസ് കാണുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റിയാണ്, എം ആണ്, മൊളാരിറ്റിയാണ്. എന്നാൽ ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൊളാലിറ്റിയാണ്. അതുകൊണ്ട് മൊളാരിറ്റി ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഈസിയാണ് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷനിൽ വളരെ കൂടുതലായിരിക്കും അതിൻ്റെ അളവ്. ഓക്കെ. നാലാമത്തെ കാര്യം, ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് പോളിമറുകളുടെയും ബയോമോളിക്യൂളിൻ്റെയും മോളാർ മാസ് കാണുക എന്നുള്ളത് വളരെ ഈസിയാണ്. മറ്റ് മെത്തേഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചൂടാക്കേണ്ടി വരും. ചൂടാക്കുമ്പോൾ ബയോമോളിക്യൂളൊക്കെ ഡീകമ്പോസ് ചെയ്ത് പോകും. പോളിമറൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഉരുകിയാണ് പോകും. അതുകൊണ്ട് മാത്രമല്ല, പോളിമറുകൾ വെള്ളത്തിൽ ലയിക്കൂല. അപ്പോൾ വെള്ളത്തിൽ ലയിക്കാത്ത പോളിമറുകൾ, അതുപോലെ ബയോമോളിക്യൂൾസ് എന്നിവയുടെ മോളാർ മാസ് കാണാൻ ഓസ്മോട്ടിക് പ്രഷർ എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ 4 കാരണങ്ങളുണ്ട് ഓസ്മോട്ടിക് പ്രഷർ മോളാർ മാസ് കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്നതിന്. ഓക്കെ. ഇനി ഓസ്മോസിസിന് എക്സാമ്പിൾ അറിയോ? സ്ക്രീനിലേക്ക് നോക്കൂ. 1. റോ മാംഗോ പ്ലേസ്ഡ് ഇൻ എ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ലോസസ് വാട്ടർ ആൻഡ് ഷ്രിങ്ക്. നിങ്ങൾ മാങ്ങയുടെ ചെറിയ പീസാക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കാറില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ആ മാങ്ങയുടെ പീസുകളൊക്കെ ഇങ്ങനെ ചുരുങ്ങി വരുന്നതാണ്. ചുരുങ്ങി വരും. അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോയിട്ട് അതിങ്ങനെ ചുരുങ്ങി ചുളിഞ്ഞിങ്ങോട്ട് വരും. അത് ഓസ്മോസിസിൻ്റെ എക്സാമ്പിളാണ്. നമ്പർ 2, ഫ്ലവേഴ്സിനെ നിങ്ങൾ ഫ്രഷ് വാട്ടറിൽ വെക്കുമ്പോൾ ആ ഫ്ലവർ ഇങ്ങനെ തുടുത്ത് വരാറില്ലേ, വികസിച്ച് വരാറില്ലേ? ഓസ്മോസിസിന് എക്സാമ്പിളാണ്. ബ്ലഡ് സെൽസ് സലൈൻ വാട്ടറിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ കൊളാപ്സ്, പൊട്ടാറില്ലേ? അതിൽ ഓസ്മോസിസിന് ബേസ് ഉണ്ട്. ഉണക്കൽ മീൻ, അതുപോലെ ഇറച്ചി, ഇതൊക്കെ ഉപ്പിട്ടുകൊണ്ട് നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട്. എന്താ സംഭവിക്കുക? ഉപ്പിട്ട് വെച്ചാൽ ആ മാംസത്തിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ അത് എടുത്ത് കളയും, പുറത്തേക്ക് കളയും. അപ്പോൾ കേടുവരാതെ നിൽക്കും. അതിൽ ഓസ്മോസിസ് ഉണ്ട്. ചില ഫ്രൂട്ട്സുകളൊക്കെ, ഇപ്പോൾ ചെറീസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഷുഗറിൻ്റെ സൊല്യൂഷനിലിട്ടാണ് വെക്കുക, പഞ്ചസാരയുടെ സൊല്യൂഷനിലിട്ടിട്ടാണ് വെക്കുക. ചെറീസ് കേടുവരില്ല. ഫ്രൂട്ട് കേടുവരാതെ നിൽക്കാനുള്ള കാരണം അവിടെ എന്തുണ്ട്? ഒരു ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്.
അങ്ങനെ വാട്ടർ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബാക്ടീരിയയ്ക്ക് പിന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ. ഓസ്മോട്ടിക് പ്രഷർ എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളാർ മാസ് കാണുന്നതിന് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് പറയുന്ന മലയാളത്തിലുള്ള നോട്ടും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. അബ്നോർമൽ മോളാർ മാസ്. നമ്മൾ മോളാർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കാണുമ്പോൾ കിട്ടുന്ന മോളാർ മാസ് പലതും യഥാർത്ഥ മോളാർ മാസിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യാറുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന മോളാർ മാസിനെ നമ്മൾ പറയുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ്. ഓക്കെ, നോട്ടതാ സ്ക്രീനിലുണ്ട്, എഴുതിയെടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള അബ്നോർമൽ മോളാർ മാസിന് കാരണമെന്താണ്? 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന് അസോസിയേഷൻ, കൂടിച്ചേരുക. പാർട്ടിക്കിളുകൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൂടിച്ചേരുക. രണ്ടാമത്തെ കാരണം ഡിസോസിയേഷൻ, കണികകൾ എന്ത് ചെയ്യുക, മുറിയുക. അപ്പോൾ അസോസിയേഷനും ഡിസോസിയേഷനുമാണ് അബ്നോർമൽ മോളാർ മാസിന് കാരണം. അസോസിയേഷൻ എക്സാമ്പിൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അസറ്റിക് ആസിഡ് കണ്ടോ, അതുപോലെ ബെൻസോയിക് ആസിഡ്. 2 മോളിക്യൂൾ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഒരുമിച്ച് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾ 2 ഒരുമിച്ച് കൂടി ഒന്നായി മാറുമ്പോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയും. പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയുമ്പോൾ മോളാർ മാസ് കൂടും. രണ്ടാമത്തെ എക്സാമ്പിൾ ഡിസോസിയേഷനാണ്. KCl എന്ന് പറയുന്ന സൊല്യൂട്ടാണ് എടുക്കുന്നതെങ്കിൽ KCl വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് മുറിഞ്ഞിട്ട് K+ഉം Cl- 2 മുറിയും. ഇങ്ങനെ 2 മുറിയുമ്പോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടും. പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുമ്പോൾ മോളാർ മാസ് കുറയുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? അബ്നോർമൽ മോളിക്കുലാർ മാസ് ഉണ്ടാവാൻ കാരണം അസോസിയേഷനും ഡിസോസിയേഷനുമാണ്. ഓക്കെ. ഈ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടർ സ്ക്രീനിലേക്ക് നോക്കുക. വാൻ ഹോഫ് ഫാക്ടർ. ഈ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ സിമ്പലാണ് I. അത് കാണാനുള്ള ഇക്വേഷനാണ് നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്. യഥാർത്ഥത്തിലുള്ള മോളാർ മാസ് എന്താണോ അത് കൊടുക്കുക, എന്നിട്ട് ആ കാൽക്കുലേഷനിലൂടെ കിട്ടിയ മോളാർ മാസ് എന്താണോ അതുകൊണ്ട് ഹരിക്കുക. അതാണ് ഒബ്സർവ്ഡ് മോളാർ മാസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് I. 1 കുറവായിരിക്കും അസോസിയേഷനിൽ. ഡിസോസിയേഷനിൽ 1 കൂടുതലായിരിക്കും Iൻ്റെ വാല്യൂ. വാട്ട് ഈസ് I? വാൻ ഹോഫ് ഫാക്ടർ. റെഡി? അസോസിയേഷനും ഡിസോസിയേഷനും ഒന്നും നടക്കുന്നില്ലെങ്കിൽ Iൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ കുറച്ച് ദീർഘിച്ചും തോന്നുന്നു. വിശദീകരണം കൂടിയത് കൊണ്ടാണ് ഈ ചാപ്റ്റർ ഇത്രമാത്രം അധികം സമയമെടുത്തത്. പ്രിയപ്പെട്ട മക്കളെ, നല്ല ഏകാഗ്രതയോടുകൂടെ ഈ വീഡിയോ ഇങ്ങനെ കേൾക്കുക. നിങ്ങളുടെ നോട്ടുകളുമായി ഇരിക്കുക. കേട്ട് 1-2 പ്രാവശ്യം കേൾക്കുമ്പോഴേക്ക് സൊല്യൂഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൈകാര്യം ചെയ്യാനും അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് കൈവരിക്കും. ഓക്കെ. അപ്പോൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.